ദരിദ്രവാസിയുടെ ഷൂട്ടിങ് പിന്നെ മേനകയുടെ ഭർത്താവ് സുരേഷ് ആണ് എൻ്റെ പ്രൊഡ്യൂസർ, സുരേഷ് കുമാർ. അദ്ദേഹത്തെ പടമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷൂട്ടിങ് തിരുവനന്തപുരത്താണ് നടന്നത്. നസീർ സാറ്, പിന്നെ സുകുമാരി ചേച്ചി, അവരെല്ലാ ആർട്ടിസ്റ്റുകളും അതിനകത്തുണ്ട്. അവിടെ അല്ല പ്രിയദർശൻ സംവിധാനം. അപ്പോൾ അതിനകത്ത് നസീർ സാറിൻ്റെ മകളായിട്ട് മേനക വരുന്നത്. അപ്പോൾ മേനക ഞാൻ കോളേജിൽ പഠിക്കുന്ന ആ ഒരു സീൻ ഞങ്ങൾ എടുക്കുകയാണ്. അപ്പോൾ അന്ന് മെഡിക്കൽ കോളേജിൻ്റെ ഉൾഭാഗത്തായിട്ടൊരു ഹോസ്റ്റൽ, ലേഡീസ് ഹോസ്റ്റലിലാണ് ഈ ഷൂട്ടിങ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നസീർ സാറ് മകളെ കാണാൻ വേണ്ടി ആ ഹോസ്റ്റൽ ചെല്ലാൻ കാണുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ കസേരയിട്ട് എൻ്റെ അടുത്തേക്ക് ആ കോളേജിൻ്റെ സെൻറ്ററിലിരിക്കുകയാണ്. അപ്പോൾ സാറിന് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞു. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പം ഞാൻ അവിടുത്തെ ഹോസ്റ്റലിൽ കുറേ പെൺപിള്ളേരൊക്കെ നിൽപ്പുണ്ട്. അല്ല ഈ നേഴ്സിംഗ് പിള്ളേരൊക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം തരണമൊക്കെ നസീർ സാർ വെള്ളം ചോദിക്കുന്നത്. എന്നാൽ പറഞ്ഞ് ശരി തരാമെന്ന് പറഞ്ഞാൽ അവർ ഗ്ലാസ്സൊക്കെ കഴുകി നസീർ സാറിന് വെള്ളമൊക്കെ ആയിട്ട് അവർ വന്നു. അപ്പോൾ ഞാൻ കൊടുക്കുക. അപ്പോൾ അവരെന്നെ തന്നെ വേണം ഞങ്ങൾ കൊടുക്കാമെന്ന് അവർക്ക് ആഗ്രഹം. ഞാൻ എന്നാൽ കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തപ്പോൾ അവർ ചോദിച്ച് തണുത്ത. അപ്പോൾ അവർ പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ഇവിടെ തണുത്ത വെള്ളമൊന്നുമില്ല, ഈ വെള്ളമേ ഉള്ളു, ഫ്രിഡ്ജൊന്നും ഞങ്ങൾക്കില്ല സാറേ, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ നിങ്ങൾ പിന്നെ ഹോസ്റ്റലുകാർ ഫ്രിഡ്ജൊന്നും മേടിച്ച് എത്തിയില്ല, ഫ്രിഡ്ജില്ല ഞങ്ങൾക്കെന്ന് പറഞ്ഞു. ഉടനെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പം ഇത് ഞാൻ വേറെ ഒരു പാഴ്വാക്ക് പറഞ്ഞതല്ല, സാർ അപ്പം തന്നെ പ്രൊഡക്ഷൻ വണ്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഫ്രിഡ്ജ് അവർക്ക് ഇപ്പം തന്നെ മെത്തോണ്ട് കൊടുത്തേക്കും, പൈസ ഞാൻ പേ ചെയ്തോളൂ. അന്നേരം തന്നെ അവർ ഫ്രിഡ്ജ്, അവർ ആ ഫ്രിഡ്ജിന് പ്രേം നസീർ എന്ന് തന്നെ എഴുതി വെച്ചിരുന്ന പിള്ളേർ. അങ്ങനെ ചെയ്താണ് സാർ. എന്തെങ്കിലും ഉണ്ടോ ഞാൻ പറഞ്ഞ അവര് ഒരുപക്ഷെ ആ വെള്ളം ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞത് ഈ കാര്യം സാറിനോട് പറഞ്ഞാല് സാറ് സഹായിക്കുന്നവർക്ക് ഉറപ്പാണ്. അതുകൊണ്ടായിരിക്കും സഹായിക്കുന്നറിയാം. ഫ്രിഡ്ജില്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഇട്ടിക്കോട്ടെ എന്നുള്ളതാണ്. അതിന് യാതൊരു മഴയും പറഞ്ഞില്ല. ഉടനെ അവർക്ക് ഫ്രിഡ്ജ് അന്ന് 10-12,000 രൂപയുടെ വലിയ ഫ്രിഡ്ജാണ്. ഇപ്പൊ അതിനൊക്കെ വിലയാണ്. അന്നത്തെ ആ വിലയിൽ അതൊക്കെ വലിയ ഫ്രിഡ്ജ് തന്നെയാണ്. ഫ്രിഡ്ജ് മേടിച്ച് പ്രഷർ വണ്ടിക്കകത്ത് പറഞ്ഞ് ഫ്രിഡ്ജ് മേടിച്ച് അവിടെ കൊണ്ട് കൊടുത്ത് ആ പിള്ളേർ പറഞ്ഞ് ആ ഫ്രിഡ്ജ് ഞങ്ങൾ പ്രൈം മിനിസ്റ്ററിന് പേരിടുമെന്ന് പറഞ്ഞു. അങ്ങനെ കഥ പറഞ്ഞാൽ ഈ സഹായം എന്ന് പറയുന്നത് സാറിൻ്റെ രക്തത്തിൽ അലിഞ്ഞേറുന്നൊരു കാര്യമാണ്. അതിനെ മാറ്റിവെക്കാൻ ഇന്നേ ലോകത്ത് ഒരു നടന്മാരും നടിമാരും ഇല്ല എന്നുള്ളതാണ്.